നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ബിലാസ്പൂർ NIA കോടതി. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞ് കുടുംബാംഗങ്ങൾ. കേന്ദ്ര സർക്കാരിനും BJPക്കും നന്ദി പറഞ്ഞ് സഭാ നേതൃത്വം. പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ. രാജീവ് ചന്ദ്രശേഖറിന് നന്ദിയെന്ന് CBCI. നിർബന്ധിത മതപരിവർത്തനം തടയാൻ ഛത്തീസ്ഗഡ് സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവരും. 7 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ഉൾപ്പെടുത്തും. ആഗസ്റ്റ് 20-ന് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കും. ഒടുവിൽ ആറന്മുള പെയ്ഡ് വള്ളസദ്യ വേണ്ടെന്നു വെച്ച് തിരുവിതാംകൂർ ദേവസ്വം. ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകും. തീരുമാനം പള്ളിയോട സേവാസംഘത്തിന്റെ എതിർപ്പിന് പിന്നാലെ. കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സംസ്കാരം വൈകിട്ട് 5:30-ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ. കഴക്കൂട്ടത്ത് വീട് കയറി SDPI ഗുണ്ടാക്രമണം. മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അണ്ടൂർക്കോണം സ്വദേശി മുഹമ്മദ് ഷമീനും ഭാര്യാപിതാവിനും പരിക്ക്. അക്രമം തെറ്റായ ദിശയിൽ വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിന് പിന്നാലെ. കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് റൂം പൂട്ടി. യോഗം ചേരുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്ന് നിർദ്ദേശം. ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്ന് DGPക്ക് രജിസ്ട്രാറുടെ പരാതി. ജനം ബ്രേക്കിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ 2200 കോടിയുടെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. കിസാൻ സമ്മാൻ നിധി 20ാം ഗഡുവിന്റെ വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഭാരതത്തിനെതിരായ താരിഫ് നടപടിയിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി. കുത്തനെ ഇടിഞ്ഞ US ഓഹരി വിപണികൾ. യൂറോപ്യൻ ഓഹരികളിലും തകർച്ച. ആരോഗ്യമന്ത്രിയെ തള്ളി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണം കാണാതായിട്ടില്ല. ഉപയോഗിച്ച് പരിചയമില്ലാത്തതിനാൽ മാറ്റിവെച്ചതാണ്. ഉപകരണങ്ങൾ കേടാകുന്നത് പതിവ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രതികരണം. മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ NIA കോടതി. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് 9 ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. 50,000 രൂപ വീതം ബോണ്ടും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവയ്ക്കണം. 2 ആൾജാമ്യവും നൽകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കാരണം ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും എസ് നന്ദഗോപനും ചേരുന്നു. ജിഷ്ണുവിലേക്ക് പോകുന്നു.
ജിഷ്ണു, ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 9 ദിവസത്തിന് ശേഷം ഈ 2 കന്യാസ്ത്രീകളും ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് അവരുടെ പ്രതികരണം? മറ്റു വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, NIA കോടതിയിൽ ഇന്ന് വിധി പ്രസ്താവം വായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബിലാസ്പൂർ NIA കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു. ആ വാദത്തിനിടയിൽ കാര്യമായിട്ടുള്ള എതിർപ്പ് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് മേൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. പിന്നീട് വാദം പൂർത്തിയായ ശേഷം വിധി പറയുന്നതിന് വേണ്ടി മാത്രമായി കോടതി ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചു. ഇന്ന് വിധി പ്രസ്താവം മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ് കേസിൽ കന്യാസ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. 2 ആൾ ജാമ്യം, കൂടാതെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടു പോകാൻ പറ്റില്ല. അതായത് ഇത്തരം കേസുകളിൽ ഈ കോടതി നടപടികൾ, വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെയും കേസിൽ ഉൾപ്പെട്ടവർ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള സ്വാഭാവിക നടപടി എന്നുള്ള പേരിലാണ് പാസ്പോർട്ട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം ഉപാധികളോടുകൂടിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യത്തിന്റെ പകർപ്പ് കോടതി ഉത്തരവ് ദുർഗ കോടതിയിലേക്ക് എത്തിച്ചാൽ ഉടൻ തന്നെ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കും. ജയിൽ മോചിതരായാൽ ഉടൻ തന്നെ ഇന്ന് തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും. ബിലാസ്പൂർ NIA കോടതിയിൽ നിന്ന് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ്. ഒരു നിമിഷം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുന്നു. ഷോൺ, എന്തായാലും 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അവർ ജയിൽ മോചിതരായിരിക്കുന്നു. കോടതിയിൽ എന്താണ് നടന്നത്? വിശദാംശങ്ങൾ. ഇന്ന് കോടതിയിൽ ഇന്നലെയായിരുന്നു വാദം ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട 2 ചാർജുകളായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. ഒന്ന്, ആന്റി കൺവേർഷൻ ലോ അനുസരിച്ചുള്ള സെക്ഷൻ 4, അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്ഷൻ 143(3) എന്ന 2 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇത് രണ്ടും ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവർ നിരപരാധികളാണെന്ന് ബോധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാദം അവിടെ നടന്നു. അതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കി, അഫിഡവിറ്റ്സ് ഹാജരാക്കി. ആ കാര്യങ്ങളിലൊന്നും പ്രോസിക്യൂഷൻ ഒരു എതിരെ അഭിപ്രായവും പറഞ്ഞില്ല. മാത്രമല്ല പ്രോസിക്യൂഷൻ അതിനകത്ത് വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഇന്നത്തേനാണ് കേസ് പോസ്റ്റ് ചെയ്തത്. കേസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് ഓർഡേഴ്സിന് പോസ്റ്റ് ചെയ്തിരുന്നു. ഓർഡർ വന്നപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് തന്നെ ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല കേരള BJP ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അറിഞ്ഞ ആ നിമിഷമല്ല, CBCI ഔദ്യോഗികമായി ഈ വിഷയം നമ്മളെ അറിയിച്ചിരുന്നു. അറിയിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെയും നിയമപരമായും അല്ലാതെയും ഇവിടുത്തെ സർക്കാരുകളെ കോർഡിനേറ്റ് ചെയ്തും ഛത്തീസ്ഗഡ് സർക്കാരിനെ കോർഡിനേറ്റ് ചെയ്തും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അതിന്റെ ഒരു ഫലമായി തീർച്ചയായിട്ടും ഇത് ആ ഒരു ബലം നമുക്ക് ലഭിച്ചതിലുള്ള വലിയ സന്തോഷം അറിയിക്കും. ഷോൺ, കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവർ സഭാ നേതൃത്വത്തിനൊരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചില്ല എന്നാണ് ഇന്നലെ പ്രതിപക്ഷം വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളോട്. അതുകൊണ്ട് ഇന്നലെ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നൊരു പ്രചരണവും നടന്നിരുന്നു. ഇന്നിപ്പോൾ ആ ഉറപ്പ് പാലിച്ചതിൻ്റെ തെളിവ് കൂടിയല്ലേ നമ്മൾ കാണുന്നത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയും ഈ വിഷയത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ 2 പ്രാവശ്യം ഹോം മിനിസ്റ്ററെ കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ ഗൗരവമായ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ നീതി ഇത്ര പെട്ടെന്ന് കിട്ടാൻ. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു കേസിന്റെ അവസ്ഥ എന്ന് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ ശരിയോ തെറ്റെന്നുള്ള രണ്ടാമത്തെ കാര്യം. സ്വാഭാവികമായി ഇത്തരം കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നുള്ളത് നമുക്കറിയാം. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പക്ഷെ അതിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ അവരിലേക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശമെത്താൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഒരു വലിയ കഷ്ടപ്പാട്, അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫർട്ട്, അദ്ദേഹം 4 ദിവസം ഡൽഹിയിൽ തങ്ങി ഇതിനുവേണ്ടി മാത്രം അത് ഫോളോ അപ്പ് നടത്തിയതിന്റെ ഒരു പ്രയോജനമാണ് എന്നിവിടെ കിട്ടിയത്. നമുക്കറിയാം, ഇവിടെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ക്രൈമുകൾ ഏറെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ടാസ്ക് ആയിരുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവർക്കത് ബോധ്യപ്പെട്ടു. സർക്കാർ കൂടെ നിന്നു. അതിനുള്ള നന്ദി ഛത്തീസ്ഗഡ് സർക്കാരിനെയും അറിയിക്കും. ഷോൺ, ഈ ദുർഗ ജയിലിന് പുറത്ത് ഇടതുമുന്നണിയുടെയും അതുപോലെ UDFിൻ്റെയും ജനപ്രതിനിധികൾ മധുര വിതരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇന്ന് കേരളത്തിലെ
കോൺഗ്രസിൻ്റെ ചില MLA-മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവർ അങ്ങോട്ടേക്ക് തിരിക്കും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അവരുടെ ഇടപെടലിനെ തുടർന്നാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് എന്ന അവകാശവാദവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ഷോൺ എങ്ങനെ കാണുന്നു ഇതിനെ? ഇവിടെ വന്ന് ഈ ലഡു വിതരണം ചെയ്ത് ഒഴിച്ചാൽ അവരിവിടെ വന്നതിന്റെ പേരിൽ ഈ കേസിൽ ജാമ്യം കിട്ടാൻ 4 ദിവസത്തെ താമസം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിലല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് 4 ദിവസം ഈ അമ്മമാർക്ക് 4 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു ലഡു വിതരണം നടത്തി എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങളിവിടെ വന്നത് ക്രെഡിറ്റ് എടുക്കാനോ മറ്റോ ഒന്നുമല്ല. ഞങ്ങളിവിടെ വന്നത് ആ അമ്മമാരെ പുറത്തിറക്കാനാണ്. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് ലഡു വിതരണം ചെയ്യാനും സമയമില്ല, അതിനുവേണ്ടി പ്രഹസനം നടത്താനോ ക്രെഡിറ്റ് എടുക്കാനോ നമുക്ക് സമയമില്ല. ഇനിയും ഞങ്ങൾക്ക് ജോലികളുണ്ട്. ഓർഡർ ഇനി ഇവിടെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്ത് ജയിലിലെത്തിക്കണം, അമ്മമാരെ പുറത്താക്കണം. ആ ജോലിയിലാണ് ഞങ്ങൾ. അവർ ലഡു വിതരണം ചെയ്ത്, ഞാൻ പറയട്ടെ, ഇവിടെ വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള ഒത്തിരി ശ്രമങ്ങൾ നടന്നു. അതൊക്കെ പിന്നീട് വിശദമായി പറഞ്ഞുള്ള വലിയ ശ്രമങ്ങളാണ് ഛത്തീസ്ഗഡ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കാൻ വേണ്ടി എന്തൊക്കെ സമ്മർദ്ദങ്ങൾ അവർക്ക് കൊടുക്കുക അതെല്ലാം ചെയ്യും. എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് ഇന്ന് വന്നില്ല? ഇവിടുത്തെ ഛത്തീസ്ഗഡ് KPCC ഈ വിഷയത്തിൽ ശക്തമായ എതിരഭിപ്രായമാണ് അവർക്ക്. അതുകൊണ്ടാണ് ഇന്ന് KPCC പ്രസിഡന്റ് ഉള്ളവർ ഇങ്ങോട്ടുള്ള വരവ് വേണ്ടെന്ന് വെച്ചാൽ ഇന്നലെ വരൂ എന്ന് പറഞ്ഞത് ഇന്ന് വന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് സാഹചര്യം. അപ്പൊ ഇവിടെ ഇതിനെല്ലാം ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും ഒരു വലിയ എഫേർട്ട് കൊണ്ടാണ്. ഇതിനകത്ത് മറ്റ് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ആ അമ്മമാർ പുറത്തു വരണമെന്നുള്ള ഒരൊറ്റ നിശ്ചയദാർഢ്യത്തിൽ BJP നടത്തിയ ഒരു വലിയ ശ്രമമാണ് ഇന്ന് ഫലം കണ്ടിട്ടുള്ളത്. അത് ആരെങ്ങനെ വിലയിരുത്തിയാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഒറ്റ ചോദ്യം കൂടി. പകൽ പോലെ വ്യക്തമാണ് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ കണ്ടത്. നോക്കൂ, ഇതുവരെ 2 കന്യാസ്ത്രീകളുടെ മോചനം, അവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു സഭ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ആ കേസ് റദ്ദാക്കണമെന്നാണ് CBCI അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാമ്യം ലഭിച്ചതിന് ശേഷം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ സമീപിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി കേസിന്റെ അന്വേഷണത്തിന് മെറിറ്റും എല്ലാം ഇതിനകത്ത് പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ നിരപരാധികളാണെന്ന് നമുക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരല്ലത്. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി അത് ബോധ്യപ്പെടുത്തി ഈ കേസിൽ അവർ നിരപരാധികളാക്കി അവരെ ഈ FIR ഉൾപ്പെടെ FIR കോഷ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. അത് സഭാ നേതൃത്വം തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവരോടൊപ്പം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാൻ കഴിയുക. വളരെയധികം നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും ജിഷ്ണുവിലേക്ക് പോകുന്നു. ജിഷ്ണു, തുടരാം. അൽനബിയാർ, നിലവിൽ ആ കേസിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ബിലാസ്പൂർ NIA കോടതിയിൽ നിന്ന് ആ കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ദുർഗ് ജയിലിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ദുർഗ് ജയിലിൽ ആ കോടതി ഉത്തരവ് എത്തിക്കുന്ന പക്ഷം ആ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കും. അത് ഇന്ന് തന്നെ ഉണ്ടാകും, ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം ഇന്ന് ഉണ്ടാകും. ഒപ്പം മുൻപോട്ട് ഇനി കേസിന്റെ നടപടികളാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ CBCIയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അത് മുൻപോട്ടുള്ള കോടതി നടപടിയുടെ ഭാഗമായി മുൻപോട്ട് കൊണ്ടുപോകും. ഏതായാലും നിലവിൽ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതിൽ നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം, മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. വിചാരണ കോടതി ആ കോടതിയുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഈ കേസ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു NIA കോടതിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തത്. NIA കോടതിയിൽ കഴിഞ്ഞ ദിവസം വിശദമായ വാദം നടന്നു. ആ വാദത്തിനിടയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനെതിരെ ഗുരുതരമായിട്ടുള്ള എതിർപ്പുകളൊന്നും നൽകാത്തതിനെ തുടർന്നാണ് കേസിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് NIA കോടതിയുടെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ മറിച്ചായിരുന്നുവെങ്കിൽ, അതായത്
പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ എതിർപ്പ് ഈ കേസിലുണ്ടായിരുന്നെങ്കിൽ വളരെ വ്യക്തമായി 100% നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നിയമവിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതും ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിൽ അടുത്ത കാലത്തൊന്നും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തിയതാണ് ജാമ്യം ലഭിക്കുന്നതിന് കാരണമായത്. പ്രോസിക്യൂഷന്റെ ആ നിലപാടിന് കാരണമായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കേരള BJPയുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ടു. ഒപ്പം സുരേഷ് ഗോപി MP ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ആദ്യം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിലൂടെ സംസ്ഥാന സർക്കാരിനെയും ഈ വിഷയത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ഫാക്ടർ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് കേരള BJP ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തുകയും അതിന് മതിയായിട്ടുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ രേഖകൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ കോടതിയെ ഹാജരാക്കുകയും അതിനെ പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള 2 മലയാളി കന്യാസ്ത്രീകൾക്ക്, വന്ദന, പ്രീതി എന്നീ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിൽ CBI CIയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം, മറ്റ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നങ്ങളിലേക്കോ പോകാതെ രമ്യമായി പരിഹരിക്കാനുള്ള ഇടപെടലാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ചില പ്രഹസനങ്ങൾ റായ്പൂരിലും ഒപ്പം കേരളത്തിലും ഡൽഹിയിലും ഉൾപ്പെടെ ഇടത് വലത് MP മാരുൾപ്പെടെയുള്ള നേതാക്കൾ കാഴ്ചവെച്ചിരുന്നു. ആ പ്രഹസനം മുൻപോട്ട് കൂടുതൽ പോയിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾ കൂടുതൽ ദിവസം ജയിലിൽ കിടക്കുമെന്നല്ലാതെ മറ്റൊരു ഉപകാരവും ആ പ്രഹസനം കൊണ്ടുണ്ടാകുമായിരുന്നില്ല. മറിച്ചുള്ള ഇടപെടൽ നടത്തിയത് ഛത്തീസ്ഗഡിലെത്തിക്കൊണ്ട് അവിടെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കണ്ടുകൊണ്ട് സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്, സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതാക്കളുമായി BJPയുടെ ദേശീയ അധ്യക്ഷനും ഒപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഛത്തീസ്ഗഡിൽ അവിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയും അതിനുള്ള അവസരം ലഭിച്ചിട്ടും അതിന് നിൽക്കാതെ അത്തരത്തിലൊരു നീക്കം നടത്താതെ ജയിലിന് മുൻപിലേക്ക് പോയിക്കൊണ്ട് അവിടെ പ്രഹസനവും ജയിലിൽ പോയിക്കൊണ്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രഹസനത്തിലൂടെയും കന്യാസ്ത്രീകൾ കൂടുതൽ ദിവസം ജയിലിൽ കിടക്കുമായിരുന്നു എന്നല്ലാതെ മറ്റൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നും BJPയുടെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലും ഒപ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന നിലപാടുമാണ് ഇപ്പോൾ ജാമ്യത്തിനുൾപ്പെടെ വഴിവെച്ചത് എന്ന പ്രതികരണമാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നടത്തിയിട്ടുള്ളത്. കൂടാതെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക് CBCIയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടതിന് നന്ദി അറിയിക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ ഒരു രമ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. മലയാളി കന്യാസ്ത്രീകൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കെത്തുന്ന സാഹചര്യമുണ്ടാകും. മുൻപോട്ട് ഈ കേസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് CBCI അറിയിച്ചിട്ടുണ്ട്. അത്തരം കോടതി നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് BJPയുടെയും നിലപാട്. അനിൽ നമ്പ്യാർ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ NIA കോടതി. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് 9 ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദഗോപൻ 50,000 രൂപ വീതം ബോണ്ട്, 2 ആൾജാമ്യം, പാസ്പോർട്ട് കോടതിയിൽ, ഇരുവരും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം. ഇത് കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളാണ് എന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്തെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ? കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടോ? നമ്പ്യാർ, കർശന നിബന്ധനകളില്ലാതെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് എന്നുള്ളത് ഈ ജാമ്യത്തുകയും അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകളും പരിശോധിച്ചാൽ വ്യക്തമാകും. അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും കാര്യമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണങ്ങളിലേക്കൊന്നും കടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ CBCIയുടെ നിലപാട്, അതായത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ നിലപാടാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. ആദ്യമേ തന്നെ ഈ CBCI
ഐയുടെ സെക്രട്ടറി ജനറലായിട്ടുള്ള ഫാദർ അദ്ദേഹം സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനും നന്ദി അറിയിക്കുകയായിരുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് CBCI വ്യക്തമാക്കുന്നു. അതായത് കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ബോധ്യമായിട്ടുണ്ട്. മറ്റ് ഇടപെടലുകൾ കൊണ്ടല്ല, അല്ലെങ്കിൽ ഇടത് എംപിമാരുടെയോ അല്ലെങ്കിൽ മറ്റ് UDF എംപിമാരുടെയോ പ്രഹസനം കൊണ്ടല്ല കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്, മറിച്ച് BJPയുടെ കൃത്യമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് അടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBCI ആസ്ഥാനത്ത് ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഈ സെക്രട്ടറി ജനറൽ ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിനും നന്ദി അറിയിച്ചത്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് CBCI ചൂണ്ടിക്കാണിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ കൃത്യമായി എടുത്തു പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ കാണിച്ച ആത്മാർത്ഥത CBCI ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തന്നെ മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റു ഒരു രാഷ്ട്രീയ നേതാക്കളുടെയോ പേര് CBCIയുടെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം ആരെയും പിണക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ മുഴുവൻ ആൾക്കാർക്കും CBCI നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് CBCIയുടെയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളുടെയും നിലപാട് വ്യക്തമാണ്. നേരത്തെ തൃശ്ശൂരിൽ CBCIയുടെ അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഫാദർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും കേന്ദ്ര സർക്കാരിനായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്, ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനായിരുന്നു അദ്ദേഹം നന്ദി അറിയിച്ചത്. ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ ക്രിസ്തീയ സമൂഹത്തിനും ബോധ്യമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ബോധ്യമുള്ള കാര്യമാണ്. ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും കഴിഞ്ഞ 8 ദിവസമായി അവർ ജയിലിൽ തുടർന്നു. ഇന്ന് 9ാം ദിവസമാണ്. ഇന്ന് ഈ 9ാം ദിവസത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കാൻ ഇടയായ സാഹചര്യം എന്ത് എന്നുള്ളത് അത് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ്, അതല്ലെങ്കിൽ CBCIക്ക് ബോധ്യമുള്ള പോലെ തന്നെ കേരളത്തിലെ എല്ലാ ക്രിസ്തീയ സഭകൾക്കും അത് ബോധ്യമുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ ഈ ഇടപെടൽ ഈ ഫലം കണ്ടു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ജയിലിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടത് എംപിമാരുടെ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും നടക്കുകയാണ്. വലതുപക്ഷ എംപിമാർ മധുര വിതരണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഹസനങ്ങൾ ഒരു കോണിൽ കൂടി നടക്കുമ്പോൾ കൃത്യമായ ഇടപെടൽ, ആ ഇടപെടൽ പോയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്കും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുമാണ്. ആദ്യഘട്ടത്തിൽ BJP സംസ്ഥാന നേതൃത്വം നേരിട്ട് ഛത്തീസ്ഗഡ് സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എംപിമാർ നടത്തിയ പ്രകോപനം, ആ പ്രകോപനമാണ് ഈ നേരത്തെ ഷോൺ ജോർജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് കൂടുതൽ ദിവസം ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഈ കന്യാസ്ത്രീകൾക്ക് ഉടനടി ജാമ്യം ലഭിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും BJP നേതാക്കളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലാത്ത പക്ഷം ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ജാമ്യമടക്കം നീട്ടിവെക്കുന്ന, അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ പോലും മറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അത്തരം പരാമർശങ്ങൾ അത് ഈ എംപിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ഘട്ടത്തിലെങ്കിലും ഛത്തീസ്ഗഡ് സർക്കാർ ഇതിലൊരു പിടിമുറുക്കിയത് എന്ന് വേണം വിലയിരുത്താൻ. അതായത് വലിയ പ്രകോപനമായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ, താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അതായത് എത്രയും പെട്ടെന്ന് ഈ രണ്ട് കന്യാസ്ത്രീകളെയും തടവറയിൽ നിന്ന് പുറത്തിറക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലിനെയും അതുപോലെ മനു അഭിഷേക് സിംഗ്വിയെയും വേണമെങ്കിൽ അവർക്ക് ഇറക്കാമായിരുന്നു, അല്ലേ? അവർക്ക് റായ്പൂരിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഈ കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനിയും കുറച്ച് ദിവസം കൂടി ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ ആഗ്രഹിച്ചത്. അതുവരെ ഈ വിവാദം അതങ്ങനെ കൊണ്ടുപോകാം, അത് കെട്ടടങ്ങാതെ കൊണ്ടുപോകാം എന്നൊരു താല്പര്യം ആണ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് എന്നും വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ റോളിൽ കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ രംഗത്ത് എത്തിയിരിക്കുന്നത്. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രൈസ്തവ സഭയ്ക്ക്, സഭാ നേതൃത്വത്തിന് ബോധ്യമുണ്ട് എന്തുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടി എന്ന കാര്യത്തിൽ. കാരണം 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അവർക്കെതിരെ ചാർത്തിയത്: മനുഷ്യക്കടത്തും മതപരിവർത്തനവും. അപ്പോൾ മാത്രമല്ല NIA കോടതിയാണ് ഇത് പരിഗണിച്ചത്. അപ്പോൾ ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് 9 ദിവസത്തിനുള്ളിൽ ജാമ്യം അനുവദിച്ച് കിട്ടില്ല സാധാരണ. പക്ഷേ എന്തുകൊണ്ട് ജാമ്യം കിട്ടിയെന്ന് സഭാ നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള വിശ്വാസം ഉണ്ട്. പക്ഷേ അതിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയല്ലേ ഇടതുപക്ഷവും, കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും?
അനിൽ നമ്പ്യാർ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എംപിമാർ നടത്തിയ നീക്കങ്ങൾ, ആ നീക്കങ്ങളൊന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും എത്രമാത്രം ഈ ഒരു വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നെന്ന്. നേരത്തെ നമ്പ്യാർ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകളെ പുറത്തിറക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രയോറിറ്റി എങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമ പോരാട്ടത്തിനായിരിക്കുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അതായത് നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇവർക്ക് ജാമ്യം ലഭിക്കുവാൻ അനുസൃതമായ പ്രവർത്തനങ്ങളിലേക്കായിരുന്നു ഈ ഇടത് വലതുമാർ എംപിമാർ കടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർ ചെയ്തത് ജയിലിൽ പോയി കന്യാസ്ത്രീകളെ കാണുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. സമയം കഴിഞ്ഞു, ജയിൽ സമയം കഴിഞ്ഞു, വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി പ്രകോപനമുണ്ടാക്കി. ഒടുവിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുത്തി എംപിമാരെ സിസ്റ്റർമാരെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുവാൻ വേണ്ടി ഈ ഇത്തരം മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ ഇടത് വലത് എംപിമാരുടെയോ അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വത്തിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പോയി സ്വീകരിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ കൂടുതൽ ദിവസം ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് BJP നേതാക്കന്മാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനും അതുതന്നെയാണ് വ്യക്തമാക്കിയത്. ഈ എംപിമാരുടെ ഇടപെടൽ കൊണ്ട് ഇതിനെ പ്രതികൂലമായി, ഈ കേസിനെ അത് പ്രതികൂലമായി ബാധിച്ചത് ഒഴിച്ചാൽ മറ്റ് അനുകൂലമായ ഒരു ഘടകങ്ങളും ഉണ്ടായില്ല. എംപിമാർ ഈ ലഡു വിതരണം നടത്തി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ എരുതിയിൽ കൂടുതൽ എണ്ണയൊഴിച്ചു എന്നതിന് കവിഞ്ഞ് മറ്റ് യാതൊരുവിധ ഇടപെടലുകളും നടത്തിയില്ല. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം നടന്നപ്പോൾ അമിത്ഷയുമായി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി ഈ എംപിമാർ കൂടിക്കാഴ്ച നടത്തി വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് നിലപാട് വ്യക്തമാക്കിയതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ തെറ്റിദ്ധാരണ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും PMOയും പ്രധാനമന്ത്രിയുടെ ഓഫീസും തമ്മിൽ പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ നടന്നു. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കൂടി നേരിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് BJP സംസ്ഥാന ഘടകത്തിന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടീവായത് PMOയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായതോടുകൂടിയാണ്. ഇതിനുശേഷമാണ് കാര്യങ്ങൾ കൂടുതൽ ചടുലതയോടെ മുന്നോട്ട് പോയത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരം ഈ ഒരു പ്രകോപനം കാരണം അവർ ഈ ഒരു വിഷയത്തോട് BJP സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാടുകളോട് അല്പം പിന്നോട്ട് അയവ് കാണിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ വളരെ ചടുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. BJPയുടെ സംസ്ഥാന ഘടകം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അതേപോലെ തന്നെ PMOയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും കണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ വിഷയത്തിൽ കാര്യങ്ങളിലേക്ക് ഒരു തീർപ്പിലേക്ക് സാഹചര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഈ ഒരു വിഷയത്തിൽ, ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഒരു തരിമ്പ് പോലും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് കുമ്മനം അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചത്. അതായത് 2022 തൃശ്ശൂരിൽ വെച്ചിട്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അന്ന് ഈ കന്യാസ്ത്രീകളെ കാണുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തിൽ ഇടപെടുവാൻ വേണ്ടിയോ പ്രതിപക്ഷമായ കോൺഗ്രസ് ശ്രമിച്ചതേയില്ല. മാത്രമല്ല സർക്കാരാകട്ടെ ഒരു തരത്തിലും പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ, കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ അന്ന് കോടതിയിൽ ശക്തമായി എതിർക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു നിലപാട് BJP ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മറ്റൊരു നിലപാട് എന്നുള്ളതാണ് പ്രധാനമായും കുമ്മനം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഛത്തീസ്ഗഡിലും ഏതാണ്ട് 11 മാസം ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. അന്ന് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വവും ഇവരെ കുറ്റമുക്തരാക്കണം അല്ലെങ്കിൽ ഇവരെ ജയിൽ മോചിതരാക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും കുമ്മനം അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ വിഷയങ്ങൾ ഈ കേരളത്തിൽ 2021 നടന്നതും 2022 നടന്നതും ഛത്തീസ്ഗഡിൽ 21 നടന്ന ഈ രണ്ട് സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ വലത് ഇടത് എംപിമാരുടെയും ഈ മുന്നണികളുടെയും ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടും. മാത്രമല്ല ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ മുൻപുണ്ടായിരിക്കാത്ത വിധം വലിയ ഒരു അടുപ്പം ഈ BJPയോട് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ പുലർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഇടതു വലത് മുന്നണികളെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ക്രിസ്തീയ സഭകളുടെ മേലധ്യക്ഷന്മാരൊക്കെ BJP നേതൃത്വവുമായി പല വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നു. BJP നേതൃത്വം ഈ സഭയുടെ അരമനകളിലേക്ക് എത്തി അവിടെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പല സഭകളും BJPക്ക് പരസ്യ
പിന്തുണയുമായി രംഗത്തെത്തുന്നു. പല സഭാ നേതൃത്വത്തിലിരിക്കുന്ന മുതിർന്ന ഇത്തരം അധികാരികൾ അവർ ഈ BJPക്ക് പിന്തുണയുമായി എത്തുന്നു. പല വികാരികളും പല ഫാദർമാരും അതേപോലെ തന്നെ ഇത്തരം പുരോഹിതന്മാർ BJPക്ക് സപ്പോർട്ടീവായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി എടുക്കുന്നത് ഇടതു വലത് മുന്നണികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഉണ്ടായിരിക്കുന്ന പിന്തുണ ഇപ്പോൾ നിലവിൽ BJPക്ക് ക്രിസ്തീയ സമൂഹം കേരളത്തിൽ നൽകുന്ന പിന്തുണ, ആ പിന്തുണ ഏത് വിധേനയും കുറയ്ക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് രീതിയിലും ഈ BJPയും ക്രിസ്തീയ സമൂഹവുമായിട്ടുള്ള അകൽച്ച അത് സാധ്യമാക്കണമെന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലൂടെ കോൺഗ്രസ് മുതലെടുക്കുവാൻ വേണ്ടി നോക്കിയിരുന്നത്. എന്നാൽ അത് നടന്നില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇടപെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടത് BJP ആയിരുന്നു. BJPയുടെ ആ ഇടപെടൽ അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ തിരിച്ചടിയാക്കി എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഈ MP-മാരുടെ സംഘം ഈ റായ്പൂരിലേക്ക് എത്തിയത്. പകൽ പോലെ സത്യമാണ്. അത് BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് 9 ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതരാവുന്നത്. 50,000 രൂപ വീതം ബോണ്ട്, 2 ആൾജാമ്യം, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതി ഉത്തരവിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കാരണം ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ വന്ദനയുടെ ബന്ധുക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനായി BJP നേതാക്കൾ ഏറെ പരിശ്രമിച്ചതായി സിസ്റ്റർ വന്ദനയുടെ ഇളയ സഹോദരൻ ജിൻസ് മാത്യു കണ്ണൂരിൽ പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും അദ്ദേഹം നന്ദി അറിയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴേ ഞങ്ങൾ ഇതിനെ വിധിയെപ്പറ്റി ഞങ്ങൾ സന്തോഷത്തോടെയാണുള്ളത്. BJPയുടെ ആൾക്കാരും അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട്. ഞാനവിടെ പോയതാണ്, കണ്ടതാണ്. എല്ലാവരും ഇവിടുന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഏത് പാർട്ടി ആയാലും എല്ലാവരും, ജനങ്ങളായാലും എല്ലാവരും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡിലെ BJP സർക്കാരിനും നന്ദി അറിയിക്കുന്നതായി CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലും ജാമ്യം ലഭിക്കാൻ നിർണായകമായി. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഇടപെട്ട കാര്യവും സഭാ നേതൃത്വം അനുസ്മരിച്ചു. അതെ, നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതായത് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ബോയ്ക്കും ഇപ്പം റായ്പൂരിൽ NIA കോർട്ട് ജാമ്യം അനുവദിച്ചു. ഞങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച, ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെൻറ്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ നിങ്ങൾ ചാനലുകാർ, നിങ്ങളെ അഡ്വക്കേസി നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചതെന്ന് തോന്നുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ലഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, ആഗ്രഹം.
അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ അർത്ഥവത്തായ രീതിയിലാണ് BJP നേതാക്കൾ ഇടപെട്ടതെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. നീതിയുടെ ഭാഗത്താണ് BJP നിലകൊണ്ടത്. രാജീവ് ചന്ദ്രശേഖർ നിരന്തരം ആശയവിനിമയം നടത്തി. അദ്ദേഹത്തിനും ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും നേരെ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കുമ്മനം ഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടു, മേലുദ്യോഗസ്ഥന്മാരെ കണ്ടു, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടു. അവരുമായിട്ടെല്ലാം ആശയവിനിമയം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം ഇടപെട്ട ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ഏതെങ്കിലും വിധത്തിലൊരു മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കണം എന്ന് ഉള്ള ആഗ്രഹം തെല്ലും കാണിക്കാതെ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ആ സഹോദരിമാർക്ക് നീതി നേടി എടുത്തു കൊടുക്കാനാണ് വാസ്തവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഷോൺ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി എന്നിവരുടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ, നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസിന് ഇരട്ട നിലപാടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മതപരിവർത്തന നിരോധനം നടപ്പാക്കിയപ്പോൾ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് അവർ അതിനുശേഷം ആ നിയമം മാറ്റിയില്ലെന്നും മന്ത്രി കോഴിക്കോട് ചോദിച്ചു. ഇത് അവിടെ നിത്യസംഭവമാണ്. ഒരു വർഷം മുമ്പ് അവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് ആണ്. അന്ന് നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഈ സംഭവം ഉണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. വായ തുറന്നോ? ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് എന്താ മിണ്ടാത്തത്? കേരളത്തിലെ കോൺഗ്രസിനൊരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥിരമായി വന്ന് ഇതിൽ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ കൂടി ഒന്ന് ഉപദേശിക്കാൻ തയ്യാറാവണം. ആരെ ഈ നിയമം ഉണ്ടാക്കിയത്? ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിന് ഭാഗമായിരുന്നു. അന്ന് വന്ന നിയമമാണ്. അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു. ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല. എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു. നിയമം മാറ്റിയോ? നിയമം മാറ്റിയില്ല. ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ്. അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്. കേരളത്തിലെ കോൺഗ്രസുകാരുടെ അഭിപ്രായമല്ല കന്യാസ്ത്രീ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെന്ന് മന്ത്രി MB രാജേഷും പാലക്കാട് പറഞ്ഞു. ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ലെന്നും മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടി. മതപരിവർത്തന നിയമം ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. ഛത്തീസ്ഗഡിലേത് ഇതിനൊക്കെ വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണ്. അപ്പം അതേ കള്ളനാട്യമാണ് കോൺഗ്രസും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് ഇതിലൊന്നും കാണാത്തത്? കോൺഗ്രസ് നേതാക്കൾ മാത്രമാണല്ലോ പോകുന്നത്. കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നൊരു സ്ഥലമല്ലേ ഛത്തീസ്ഗഡ്. എന്താണ് ഛത്തീസ്ഗഡിലെ PCCയുടെ അഭിപ്രായം? അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണ്? വാ തുറന്ന് അവരൊന്ന് പറയുമോ? അവരല്ലേ ശക്തമായിട്ട് നിൽക്കേണ്ടത്. ഇതിനെതിരായിട്ട് നിൽക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. കഴക്കൂട്ടത്ത് SDPI ഗുണ്ടാ ആക്രമണം. മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട് കയറി ആക്രമിക്കുകയും ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഴക്കൂട്ടം ആണ്ടൂർകോണം സ്വദേശി മുഹമ്മദ് ഷമീനും ഭാര്യാപിതാവ് മുജീബിനുമാണ് പരിക്കേറ്റത്. തെറ്റായ ദിശയിൽ വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മർദ്ദനത്തിന് ഇവർ ഇരയായത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്, രാത്രി 11 മണിയോടുകൂടിയാണ് SDPIയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സംഘം വീട് കയറി ആക്രമിക്കുന്നത്. ആണ്ടൂർകോണം സ്വദേശി ഷമീമിൻ്റെ വീട്ടിലായിരുന്നു ആക്രമണം നടന്നത്. ആറോളം സംഘങ്ങളാണ് ബൈക്കിൽ വീട്ടിലെത്തുകയും പ്രകോപനപരമായ രീതിയിൽ പെരുമാറുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്കും അതോടൊപ്പം തന്നെ കൈക്കും ഗുരുതരമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഈ ആണ്ടൂർകോണം സ്വദേശിയായ ഷമീം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഷമീമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്
വാഹനം സംബന്ധിച്ച് ഇദ്ദേഹം രാത്രി വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അണ്ടൂർക്കോണത്തിന് സമീപത്ത് വെച്ച് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വീട് കയറി ആക്രമിക്കുന്ന നിലയിലേക്ക് പ്രകോപനപരമായിട്ട് SDPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രകോപനപരമായി വീട് കയറി ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തിയത്. വീട്ടിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ടായിരുന്നു. ഷമീമിൻ്റെ ഭാര്യാപിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയും മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തിയും അദ്ദേഹത്തിൻ്റെയും കാലിനടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷം ഈ സ്ഥലത്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ 6ഓളം വരുന്ന അക്രമി സംഘം പെരുമാറിയത്. ഈ രാത്രി അതിക്രമിച്ച് വീട്ടിലേക്ക് കയറിക്കൊണ്ടായിരുന്നു പ്രകോപനം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഷമീമിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ടാകുമ്പോഴാണ്, അതായത് സ്ത്രീകളടക്കമുള്ളവരും കുട്ടികളും ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപനപരമായൊരു സമീപനം ഉണ്ടായത്. ഇപ്പോൾ എന്നോടൊപ്പം ഷമീമിൻ്റെ ഭാര്യയും ചേരുന്നു. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? ഞാനും എൻ്റെ ഹസ്ബൻഡും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാനാണ് പോയി ഡോറ് തുറക്കുന്നത്. അപ്പോൾ ആ ഡോറ് തുറക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി 4 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്നെ പിടിച്ച് ആദ്യമേ തള്ളിയിട്ടു. അപ്പോൾ ആ തള്ളിയിട്ട സമയത്ത് അത് കണ്ടുകൊണ്ടാണ് എൻ്റെ ഓടി വന്ന സമയത്താണ് വാളെന്തോ ഇട്ട് ഇക്കയുടെ തലയിൽ നന്നായിട്ട് വെട്ടിയത്. അപ്പോൾ നല്ല രീതിക്ക് ബ്ലഡ് ഒലിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ച് തള്ളിയിട്ടാണ് ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ദേഹത്തും ബാക്കിയൊക്കെ പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സൗണ്ട് കേട്ടിട്ടാണ് അവർ എഴുന്നേറ്റ് വന്നത്. അത് കണ്ടുകൊണ്ട് വന്ന് അവരെ നല്ല രീതിക്ക് ഉപദ്രവിക്കും. വാപ്പായെ പിടിച്ച് തള്ളിയിട്ടിട്ട് വാപ്പായുടെ നെറ്റിയിൽ വെട്ടുകത്തി പോലത്തെ മാരകായുധങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുകയും പിടിച്ച് തള്ളിയിടുകയും കൈക്കും കാലിനും നല്ല മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. മെറ്റിൽ പിടിച്ച് തള്ളിയിടുകയും ചെയ്തു. പിന്നെ എൻ്റെ ഉമ്മ ഓൾറെഡി വൈകല്യമുള്ള ഒരാളാണ്, കേൾവി കുറവുള്ള ആളാണ്. അത് കാരണം എൻ്റെ ഉമ്മയെയും കൈകൾ പിടിച്ച് ഞെരിക്കുകയും ഉമ്മയെ പിടിച്ച് തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ എൻ്റെ 3.5 വയസ്സായ മകനും വീട്ടിലുള്ള ഉറക്കത്തിലായിരുന്നു. ഇത് കണ്ട് പേടിച്ച് ഉമ്മ പോയി എടുക്കാൻ പോയ ഉമ്മയാണ് കയ്യിൽ പിടിച്ച് നല്ലതായിട്ട് തിരിക്കുകയും പിടിച്ച് തള്ളിയിടുകയും ചെയ്തത്. നിങ്ങൾ നിലവിളിക്കുമ്പോഴും ഇവരത് കൂട്ടാക്കാതെ ഈ ഇത്തരത്തിൽ ഞാൻ അതിനിടയിൽ പറയുകയുണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇതൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് അലറി വിളിക്കുകയുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ? എനിക്ക് ഓൾറെഡി ഇന്നലെ നല്ല ശരീരം തളർച്ചയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇപ്പോൾ ഷുഗർ നല്ല രീതിക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴേക്കും നിങ്ങൾ പ്രതികരിച്ചപ്പോൾ നിങ്ങളെയും ഉപദ്രവിക്കുന്ന നിലയിലേക്ക് അവരെത്തി. അതെ. ഇപ്പോൾ 3 മാസം ഗർഭിണി അല്ലേ? 4 മാസം പ്രഗ്നൻ്റ് ആണ്. 4 മാസം ഗർഭിണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ച ഷമീമിൻ്റെ ഭാര്യ. അതോടൊപ്പം തന്നെ ഷമീമിൻ്റെ ഭാര്യയുടെ പിതാവ് ഈ വീട്ടിലുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു, മാതാവുണ്ടായിരുന്നു, കുട്ടിയുണ്ട്. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന് കാരണം അത്ര വലിയ എടുത്തു പറയേണ്ട കാരണങ്ങളൊന്നുമല്ല. വഴിയിലുണ്ടാകുന്ന ഒരു ചെറിയ തർക്കം, ആ തർക്കമാണ് SDPIയെ പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ SDPI പ്രവർത്തകരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന SDPIയുടെ സജീവ പ്രവർത്തകരാണെന്നാണ് ഈ വീട്ടിൽ നിന്നും വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ സംഭവം ഒരു വാഹനം ഓടിക്കുന്നു, വാഹനത്തിന് സൈഡ് നൽകണമെന്നോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ ദിശയിലേക്ക് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാകുന്നു. ആ തർക്കമുണ്ടാകുമ്പോൾ ആ വഴിയിൽ നടന്ന തർക്കത്തെ പിന്നീട് വലിയ രീതിയിൽ ഈ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും എവിടെ താമസിക്കുന്ന ആളാണ് എന്നടക്കമുള്ള കണ്ടുപിടിച്ചുകൊണ്ട് രാത്രി 11:30 മണിയോടുകൂടി വലിയ രീതിയിൽ പ്രകോപനപരമായിട്ട് ബൈക്കുകളടക്കം ശബ്ദത്തോട് ഹോൺ അടിച്ചുകൊണ്ട് ഹോൺ മുഴക്കി ശബ്ദത്തോടു കൂടി വീട്ടിന് സമീപത്തേക്ക് എത്തുന്നു. സമീപത്തെത്തി വീട്ടുകാരെ വിളിച്ചുണർത്തി ഇത്തരത്തിൽ പുരുഷന്മാരെ മർദ്ദിക്കുകയും വെട്ടിപ്പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളെ അടക്കം അസഭ്യം പറയുകയും ചെയ്യുന്ന നിലയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. എന്തായാലും മംഗലപുരം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ഷമീമും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. 7 സ്റ്റിച്ചാണ് ഷമീമിൻ്റെ തലയിലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാര്യാപിതാവിനും ശ്വാസതടസ്സം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലൊരു പ്രകോപനപരമായിട്ടുള്ള സമീപനമായിരുന്നു SDPIയുടെ ഭാഗത്തുണ്ടായത്. മംഗലപുരം പോലീസ് കേസെടുത്തു. 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനിലടക്കം ഈ കുടുംബം പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നൊരു ആവശ്യവും ഈ കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷാ സംസ്കരണ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്തത്തോടെ സംസ്കരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയായ സീറോ ഫൂട്ട് മാർക്സ് ഇന്ത്യാസ് VKCയും
കേരള സർക്കാരിൻ്റെ ശുചിത്വ മിഷനുമായി സഹകരിച്ച് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പദ്ധതിയുടെ പൈലറ്റ് പ്രൊജക്റ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വളരെ ലളിതമായ രീതിയിലാണ് സീറോ ഫുഡ് മാർക്സ് എന്ന ഈ നൂതന സംരംഭം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് VKC ചെയർമാൻ VKC മുഹമ്മദ് കോയ പറഞ്ഞു. വലിയ വിഷയമായി മാറിയ ഒരു കാലമാണ്. നമ്മൾ പഴയ കാലത്തൊന്നും അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴ് എല്ലാ നിലയിലും അതിന് വലിയ ശ്രദ്ധ വന്നിരിക്കുന്നത്, ഗവൺമെൻറ്റും അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കാരണം ഈ ഫുട്വെയർ രംഗത്ത് ഈ ഉപയോഗം കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, ഷൂ, മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ ഉൽപ്പന്നങ്ങളും അത് തിരിച്ചെടുത്ത് ഇവിടെ നേരത്തെ അസീസ് പറഞ്ഞതുപോലെ ഭൂമിക്ക് ദോഷകരമായി ബാധിക്കുന്ന നിലയിൽ ഭൂമിയിൽ ലയിപ്പിക്കാതെ തന്നെ അതിനെ സംസ്കരിക്കുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ഈ ഫുട്വെയർ രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. ഇതുവരെ ആരും ചെയ്തതായിട്ട് അറിവില്ല. നമ്മളിപ്പോൾ ഈ ഫുട്വെയർ വിൽക്കുന്ന സാധനങ്ങൾ അത് തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ആ തിരിച്ചെടുക്കുന്ന വസ്തുക്കൾ റീപ്രോസസ് ചെയ്യാൻ പറ്റുന്നത്രയും റീപ്രോസസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയും അല്ലാത്തത് നമുക്ക് ഭൂമിയിൽ ലയിപ്പിക്കാത്ത മറ്റു നിലയിൽ സംസ്കരിക്കാനുള്ള സംവിധാനവുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.